മോദി സർക്കാരിന്റെ രണ്ടാം പൊതു ബജറ്റിന് ആയി ഒരുങ്ങിയിരിക്കുകയാണ് പാർലമെന്റ്. നിർമ്മല സീതാരാമൻ ഇപ്പോൾ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി, പാർലമെന്റിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി രാഷ്ട്രപതിയെ കാണാനായി ഇപ്പോൾ നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുകയാണ്. കയ്യിൽ ബജറ്റുണ്ട്. ബജറ്റും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിർമ്മല സീതാരാമനും മറ്റ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്, രാഷ്ട്രപതിയെ കാണുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നിർമ്മല സീതാരാമനും മറ്റ് ഉദ്യോഗസ്ഥരും ആണിപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിലെത്തി കാണുന്നത്. ഇത് നിർമ്മല സീതാരാമൻ്റെ 8ാം ബജറ്റ് അവതരണമാണ്. പല കാര്യങ്ങളിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ബജറ്റിനുള്ളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകുമോ, വിലക്കയറ്റം തടയാനാകുമോ എന്നുള്ള കാര്യങ്ങളാണ് പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ആണ് കൂടുതലായും രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ 2ാം ബജറ്റാണ് ഇന്നിപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രി രാഷ്ട്രപതിയെ കാണുകയാണ്. രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിന് പരിഹാരമാകുമോ ഇന്ന് അവതരിപ്പിക്കുന്ന ബജറ്റ് എന്നുള്ളതാണ് എല്ലാവരും, രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. जिससे इसका भी आपके सामने और चौधरी जी भी मेरे साथ पिछले चुनाव खत्म होने के बाद सरकार ബജറ്റ് അവതരണത്തിനായി കാതോർത്തിരിക്കുകയാണ് രാജ്യം. മൂന്നാം മോദി സർക്കാരിൻ്റെ 2ാം പൊതു ബജറ്റ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. അതിനു മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. രാഷ്ട്രപതിയെ കണ്ടിട്ടാണ് ബജറ്റ് അവതരണത്തിനായി പാർലമെന്റിലേക്ക് ഇപ്പോൾ ധനമന്ത്രി തിരിക്കുക. ധനമന്ത്രിക്കൊപ്പം മറ്റു ഉദ്യോഗസ്ഥരും രാഷ്ട്രപതിയെ കാണാനായി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് 8ാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ബജറ്റ് രേഖകൾ ബ്രീഫ് കേസിൽ കൊണ്ടുവരുന്ന രീതിക്ക് 2019 അവസാനമായിരുന്നത്. ചുവന്ന തുണിയിൽ പൊതിഞ്ഞാണ് അന്ന് നിർമ്മല സീതാരാമൻ ഇത്തരത്തിൽ ബജറ്റ് കൊണ്ടുവന്നത്. അതിപ്പോഴും തുടരുന്നു. ഇപ്പോൾ 2021 ടാബ്ലറ്റിൽ നോക്കി വായിച്ച് പേപ്പർ രഹിത ബജറ്റും നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരുന്നു. ഇത്തവണയും ആ രീതിയിൽ തന്നെയായിരിക്കും ബജറ്റ് അവതരണം എന്നുള്ളതാണ്. ഇനി എന്തെല്ലാമാണ് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉള്ളത് എന്നുള്ള കാര്യമാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. രാജ്യത്ത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിനെ തടയിടുമോ ഈ ബജറ്റ്? അതുപോലെ തന്നെ വിലക്കയറ്റം കുറയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഉറ്റുനോക്കുന്നത്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, ഇപ്പോൾ രാഷ്ട്രപതിയെ കാണാനായി ധനമന്ത്രിയും ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എപ്പോഴാണ് ഇവിടെ നിന്നും ഇനി പാർലമെന്റിലേക്ക് തിരിക്കുക? ആ വിവരങ്ങൾ നൽകാം. സ്വാതി, രാഷ്ട്രപതി ഭവനിലേക്ക് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രവേശിച്ചു കഴിഞ്ഞു. രാഷ്ട്രപതി ഭവനിലെ വലത്ത് ഭാഗത്തുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഓഫീസിലാണ് ആദ്യം അവർ പോവുക. അവിടെ വെച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ ക്യാബിനറ്റ് യോഗം നടക്കും. അവിടെ നിന്നാണ് നേരെ രാഷ്ട്രപതിയിലെ വസതിയിലേക്ക് രാഷ്ട്രപതിയുടെ ഒപ്പിന് വേണ്ടി, രാഷ്ട്രപതി അംഗീകാരത്തിന് വേണ്ടി, രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി നിർമ്മല സീതാരാമൻ പോവുക. ഏതായാലും അല്പസമയത്തിനും രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന വിഷയം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷമായിരിക്കും പാർലമെന്റിലേക്ക് 10:45 അടുപ്പിച്ച് പാർലമെന്റിലെത്തും എന്നാണ് നമുക്കറിയുന്നത്. അതല്ലെങ്കിൽ
കാരണം ഈ റൂട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് നേരത്തെ ഇത് പ്രഖ്യാപിച്ച സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. സാധാരണ 10 മണിക്ക് ശേഷമായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ 10 മണിക്ക് ശേഷമാണ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏതായാലും നിർമ്മല സീതാരാമൻ നേരത്തെ തന്നെ പാർലമെന്റിലെത്തും എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും. ഒരു 10 മണിയോടുകൂടി അല്ലെങ്കിൽ 10:15 പാർലമെന്റിൽ എത്തിയേക്കാം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പാർലമെന്റിൽ വെച്ച് പ്രധാനമന്ത്രിയുമായിട്ടും അല്ലെങ്കിൽ അമിത്ഷാ അടക്കമുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച കൂടി നടത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ നേരിട്ട് തന്നെയാണ് പാർലമെന്റ് കവാടത്തിലെത്തുകയും അവിടെ നേരിട്ട് ലോക്സഭയിലെത്തുന്ന ഒരു രീതിയായിരുന്നു നിർമ്മല സീതാരാമൻ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ തവണ അതിൽ ചെറിയ മാറ്റമുണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ കുറച്ച് നേരത്തെ എത്തും. അതായത് പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെയുള്ള കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ, പ്രോട്ടോകോൾ അനുസരിച്ചാണെങ്കിൽ പാർലമെന്റ് തുടങ്ങുന്നതിന്റെ 10 മിനിറ്റ് മുമ്പെയാണ് നിർമ്മല സീതാരാമൻ പാർലമെന്റ് ശരി ശരത്ലാൽ, ഇപ്പോൾ രാഷ്ട്രപതിയെ കാണാനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിൽ എത്തിയിരിക്കുകയാണ്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ട് അല്പസമയത്തിനകം തന്നെ 10:45 നിർമ്മല സീതാരാമൻ പാർലമെന്റിലെത്തി ബജറ്റ് അവതരണം ആരംഭിക്കും.